ട്രേഡിങ്ങിൽ ടൈം ഫ്രെയിമിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. പക്ഷേ ടൈം ഫ്രെയിമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ട്രേഡിങ്ങിൽ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇൻട്രാഡേയിലും സ്വിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചെറിയ ടൈം ഫ്രെയിം, അതായത് 1, 2, 5 മിനിറ്റ് ടൈം ഫ്രെയിം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ് അല്ല സ്വിങ് ചെയ്യുമ്പോഴുള്ള തോട്ട്സ്. കാരണം അവിടെ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ കൺട്രോൾഡായിരിക്കും. പക്ഷേ ഷോർട്ടർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പം നമ്മുടെ സൈക്കോളജി മിക്കപ്പോഴും വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അവിടെയാണ് നമ്മൾ ഓവർ ട്രേഡ് ചെയ്യുന്നതും ലോസ് വന്ന് അപ്പം തന്നെ വീണ്ടും അടുത്ത ട്രേഡിലോട്ട് കയറുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ലോവർ ടൈം ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മൈൻഡ് കൺട്രോളിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യാൻ ഒരുപാട് ടെൻഡൻസി നമ്മൾ ഈ ഷോർട്ടർ ടൈം ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വലിയ ടൈം ഫ്രെയിമാണ് ചെയ്ത് ശീലിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മൈൻഡ് കൺട്രോളും വരും. ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പോളിഷ് ചെയ്ത് ഫ്യൂച്ചറിൽ നല്ലൊരു ട്രേഡർ ആകാനും പറ്റും. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്.